സപ്പോർട്ടും സ്നേഹവും വേണം. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഒരുപാട് ഫീലിങ്സ് ആകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ വന്നിട്ടുണ്ട്. നമുക്ക് ഫാമിലിക്ക് പോയി കണ്ട് ഹാപ്പി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമ. അതിനേക്കാൾ ഉപരി ഒന്നും ഈ പടത്തിലില്ല. പക്ഷെ ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി സിനിമയായിരിക്കും. ക്രിസ്മസിന് കാണാൻ പറ്റുന്ന ഒരു നല്ല പടം ഡെലിവറി ചെയ്യാൻ ഡയറക്ടർ അഖിൽ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. സോ താങ്ക് യു. ഞാൻ അച്ഛന്റെ കൂടെയാണ് ഡയസിനെ കണ്ടത്. അപ്പൊ അച്ഛൻ തിയേറ്ററിൽ നിന്നിട്ട് സീൻ ഉണ്ടല്ലോ, മറ്റേ ഫുട്ബോൾ കളിച്ച് കുഴപ്പമില്ല, പക്കിന് പോയില്ല. അച്ഛൻ അതുകൊണ്ട് ഷൂ ഷൂ എന്നൊരു ശബ്ദം ഉണ്ടാക്കി. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഇത് കാണുമ്പോൾ അച്ഛൻ ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ ശബ്ദം കിട്ടിയതാണ്. ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന്, പ്രത്യേകിച്ച് ഇവരുടെ പ്രോസസ്സിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായില്ല. ഞാൻ ചെറിയ വേഷം ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. കൂടെ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീം. അപ്പൊ മൊത്തത്തിൽ ഫ്രം സ്റ്റാർട്ട് ഈ പടം അറിയാം. അപ്പോ ഭയങ്കര രസമായിട്ടാണ് ഇവര് ഷൂട്ട് ചെയ്തതും. ഭയങ്കര പ്രോസസ്സിനൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇവരപ്പൊ തന്നെ മഴ ഇന്ന് ഷൂട്ട് ചെയ്തു. അപ്പം അത്ര റിലാക്സ്ഡ് ആയിട്ടും ക്ലാരിറ്റിയോടുകൂടി ഷൂട്ട് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നതിന് വലിയ സന്തോഷം. വെരി എക്സൈറ്റഡ്. സിനിമ തിയേറ്ററിൽ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചേട്ടൻ്റെ ഒരു കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. വളരെ മികച്ച ഒരു ടീമായിരുന്നു. ഇത് പ്രൊഡ്യൂസർ മാത്രമുള്ള പുതിയൊരാളുള്ളൂ. ബാക്കി എല്ലാവരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ കഴിവ് തെളിയിച്ച ആൾക്കാർ തന്നെയാണ്. ഇപ്പോ എല്ലാ ഭാഗത്തിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ നിവിനായാലും നിവിൻ്റെ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അത്ര ഗംഭീരമായിട്ട് പഴയ നിവിനാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത്. അതിന്റെ എല്ലാ ക്രെഡിറ്റും ബാക്കി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. സർപ്രൈസിംഗലി കണ്ടുപിടിച്ച ഒരു ഞാൻ അഭിനയിച്ച നല്ലൊരു ആക്ടറാണ്. ഡ്രാമയിലത്തെ ആക്ടറാണെന്നൊക്കെ പിന്നെ മനസ്സിലാവുന്നത്. ഡയറക്ടർ മാത്രമല്ല, അതിഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് പേഴ്സണലി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നാണ്. ഇനി അങ്ങോട്ടേ അവരുടെ ട്രാവൽ കാണാൻ പോകുന്നതാണ്. ഭയങ്കര സന്തോഷം. എൻ്റെ അടുത്ത് അഖിൽ ഈ പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിന്റെ കഥ പറയാൻ വേണ്ടി വന്നപ്പോൾ കഥ കേട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സ്റ്റോറി നറേഷൻ ആയിരുന്നു അഖിലിന്റെ. പടം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഐം ഷുവർ ആ കഥ നറേറ്റ് ചെയ്ത രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ സിനിമ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിലൊരു ചെറിയ വേഷം അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വേഷം തന്നു. അതിൽ ഭയങ്കര